ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാന്ദ്രാസ് ലിറ്റിൽ വേൾഡ്. ഇന്ന് നമുക്കൊരു ധാവണിയുടെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ധാവണി മേടിച്ചിട്ടുണ്ടായിരുന്നത് മൂൺ ഗോഡസിൻ്റെ പേജിൽ നിന്നാണ്. അപ്പോൾ സംതിങ് 6.5 മീറ്റർ എന്തോ വരുന്നുണ്ട്. നമുക്ക് ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പ് പോലെ കൺവേർട്ട് ചെയ്തെടുക്കാം ഇതിനെ. അപ്പോൾ ലൈനിങ് ഞാൻ ക്രേപ്പാണ് മേടിച്ചേക്കുന്നത്. ഫ്രണ്ടിൽ ഒരു കളറ്, ബാക്കിൽ ഒരു കളറ്, അങ്ങനെ ഡുവൽ ഷെയ്ഡായിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. മെഷർമെൻറ്റ് നോക്കാം. പ്രിൻസസ് കട്ട് ബ്ലൗസ് ആണ് കേട്ടോ. ഷോൾഡർ 14, അതിൻ്റെ പകുതി ചെസ്റ്റ് 34, അതിൻ്റെ കൂടെ 2 കൂടെ ആഡ് ചെയ്തിട്ട് അതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തെടുത്തേക്കാണ്. വേസ്റ്റ് 29, അതിൻ്റെ കൂടെ ഒന്നും ആഡ് ചെയ്യണ്ട, 4ആയിട്ട് തന്നെ ഡിവൈഡ് ചെയ്തെടുത്താൽ മതി. സ്ലീവ് 11, പിന്നെ ബ്ലൗസിൻ്റെ ഇറക്കം 15 ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ വെട്ടുമ്പോൾ 15ൻ്റെ കൂടെ 2 ഇഞ്ച് കൂടെ കൂട്ടി കട്ട് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് കട്ട് ചെയ്യാൻ നോക്കിയാലോ. ഫ്രണ്ട് പാർട്ട് നമ്മൾ ചെയ്യുന്ന ബ്രൗൺ കളർ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ബ്രൗണിൻ്റെ ലൈനിങ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ 1/2 മീറ്ററേ മേടിച്ചിട്ടുള്ളൂ കേട്ടോ. അത് ഇതേപോലെ ഒന്ന് 2ആയിട്ട് മടക്കിയിട്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് ആദ്യം വരച്ചു കൊടുക്കാം. എന്നിട്ട് 2 ആണ് കേട്ടോ നെക്കിൻ്റെ വിക്ത് കൊടുക്കുന്ന 2 ഇഞ്ച്, 2-2.5 കൊടുക്കാം. എന്നിട്ട് അവിടെ നിന്നൊരു 3 ഇഞ്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ ഷോൾഡറിന് വേണ്ടി. എന്നിട്ട് 5.5 ആം ഹോളിൻ്റെ ലെങ്ത് കൊടുക്കുന്നത്, 5.5. അവിടെ ഒരു എൽ ഷേപ്പ് വരച്ചിട്ട് ഇവിടുന്ന് ചെസ്റ്റ് നമുക്ക് എത്രയാണ് കിട്ടിയത്, 9. ഓക്കെ, അവിടുന്ന് താഴോട്ട് നമ്മളെ നിപ്പിൾ പോയിന്റ് എന്ന് പറയുന്നത് 9.5 കേട്ടോ. അപ്പോൾ 1/2 ഇഞ്ച് കൂടെ കൂട്ടി 10 മാർക്ക് ചെയ്തു. പിന്നെ ലെങ്ത് ഫുൾ ലെങ്ത് 15, അതിൻ്റെ കൂടെ നമ്മൾ 17 ഇട്ടു. എന്നിട്ട് താഴ്ഭാഗത്ത് ഒരു 4 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ആ 4 ഇഞ്ചിൽ നിന്ന് 3 ഇഞ്ച് മാർക്ക് ചെയ്തു. ഓക്കെ, അവിടെ നമ്മൾ കട്ട് ചെയ്ത് കളയും കേട്ടോ. എന്നിട്ട് അത് കട്ട് ചെയ്ത് കളയുമ്പോൾ 4ൻ്റെ കൂടെ നമുക്ക് വേസ്റ്റ് ഭാഗം വരുന്നത് 7.25 ആ 3 നമ്മൾ വിട്ടത് കൂട്ടാനേ പാടില്ല, അത് കട്ട് ചെയ്ത് പോകും കേട്ടോ. അത് പോയിട്ട് നമ്മൾ 7.25 നമ്മുടെ വേസ്റ്റിൻ്റെ പാർട്ട്, അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. 1.5 ഇഞ്ച് നമുക്ക് ആം ഹോൾ ഒന്ന് ചരിച്ച് വരച്ച് കൊടുത്തിട്ട് അവിടെ നിന്ന് ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ താഴ്ഭാഗത്ത് നമ്മൾ 4 മാർക്ക് ചെയ്തത്. അപ്പോൾ ആ നിപ്പിൾ പോയിന്റിൽ നമ്മൾ 4 മാർക്ക് ചെയ്തിട്ട് ഇതേപോലൊരു ഷേപ്പ് വരച്ചെടുക്കണം. ഒരു 2-3 ഇഞ്ച് തയ്യൽ തുമ്പ് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എന്നിട്ട് നെക്കിൻ്റെ ഇറക്കം വേണ്ടത് 5.5 6 ഇഞ്ചിൽ 1/2 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്ത് അടിച്ച് പോകുമ്പോൾ 1/2 ഇഞ്ച് പോകും. എന്നിട്ട് ഇതേപോലൊരു വൈഡ് നെക്കാണ് കേട്ടോ ഞാൻ ഫ്രണ്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. ഇതൊന്ന് ശ്രദ്ധിച്ച് ഒന്ന് മനസ്സിലാക്കി, ഒന്ന് മനസ്സ് വെച്ച് നോക്കിയാൽ ഇത് കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ. നമ്മൾ കുറേ ബ്ലൗസസ് ചെയ്തിട്ടുണ്ട്. ഇത് മനസ്സിലാവാത്തവർ അതൊന്ന് നോക്കി മനസ്സിലാക്കുന്നത് നല്ലതാണ്. അപ്പോൾ നെക്ക് കട്ട് ചെയ്ത് കളഞ്ഞു. ഈ പ്രിൻസസ് കട്ടിൻ്റെ കേവ് കൂടെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. ഓക്കെ, എന്നിട്ട് ഈ മുകൾ ഭാഗം കറക്റ്റായിട്ട് മാർക്ക് ചെയ്യണം കേട്ടോ. ഇതാണ് നമ്മുടെ മുകൾ ഭാഗം. ജോയിൻറ്റ് ചെയ്യുമ്പോൾ തിരിച്ച് ജോയിൻറ്റ് ചെയ്താൽ ചാള കുളമായി പോകും നമ്മുടെ ബ്ലൗസ്. അപ്പോൾ അത് കറക്റ്റായിട്ട് വെക്കണം. ഇനി നമുക്ക് ബാക്ക് നെക്ക് മാർക്ക് ചെയ്യാനായിട്ട് റെഡ് പീസ് ഇതേപോലെ 2ആയിട്ട് മടക്കിയിട്ട് കൊടുത്തു. എന്നിട്ട് നെക്ക് വിക്ത് 2 പിന്നെ ഒരു 3 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് 4.5 എൽ ഷേപ്പ് വരച്ച് കൊടുക്കുക. പിന്നെ ചെസ്റ്റ് 9 തയ്യൽ തുമ്പ്, 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ട് ഞാൻ. പിന്നെ ഇറക്കം 15, അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂടെ കൂട്ടിക്കൊടുക്കും. ഓക്കെ, താഴ്ഭാഗത്തെ വേസ്റ്റിൻ്റെ അവിടുത്തെ 7.25 2 ഇഞ്ച് തയ്യൽ തുമ്പ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. 1.5 ഇഞ്ചിൽ ആം ഹോൾ ഇതേപോലെ കർവ് ചെയ്യുക. ഓക്കെ, ഇനി നെക്ക് ഇറക്കം 7 ആണ്, 7.5 കൊടുക്കുക, 1/2 ഇഞ്ച് കൂട്ടി കൊടുക്കണേ. എന്നിട്ട് ഇതൊരു ബോക്സ് ആക്കി എടുത്തിട്ട് ഇതും ഒരു വൈഡ് നെക്ക് കൊടുത്തു. ഇനി ഇതും കട്ട് ചെയ്ത് മാറ്റാം. ഇത് ബാക്ക് നെക്കാണ് കേട്ടോ. സെയിം ആ മൂൺ ഗോഡസിൽ എങ്ങനെയാണോ ചെയ്തേക്കുന്നത് അതേ രീതിയാണ് കേട്ടോ നമ്മൾ റീക്രിയേറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. അതും കട്ട് ചെയ്തു. ഇനി നമുക്ക് മെയിൻ ക്ലോത്തിൽ ഇത് അതേപോലെ ലൈനിങ് ഒക്കെ വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് എടുക്കാവേ. ഞാൻ താഴ്ഭാഗത്തെ ആ ബ്രൗണിൻ്റെ പട്ട എടുക്കുന്നില്ല കേട്ടോ. പിന്നൊക്കെ കുത്തി കൊടുക്കാം കേട്ടോ. അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് അതും കട്ട് ചെയ്തെടുക്കാവേ. വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ. അത്രയും നമ്മൾ ഹാൻഡിൽ വിത്ത് കെയർ. ബാക്ക് സൈഡും ഇതേപോലെ, ബാക്ക് സൈഡിൽ ആ പട്ട വരും കേട്ടോ. താഴ്ഭാഗത്ത് ആ പട്ട വരുന്നുണ്ട്, അല്ലാതെ നമ്മൾ അത്രയും വേസ്റ്റായി പോകും തുണി. അതുകൊണ്ട് ഞാൻ പട്ടയും കൂടെ എടുത്തു. പിന്നെ തുണി ഇതേപോലെ 4ആയി മടക്കിയിട്ടിട്ട് സ്ലീവ് മാർക്ക് ചെയ്യുവാണ്. സ്ലീവിൻ്റെ ലെങ്ത്ത് 11.5 12.5 കേട്ടോ ഞാൻ സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നത്. സ്ലീവ് ഞാൻ ബ്രൗണിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. ഇനി നെക്ക് ഇതേപോലെ
വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ ആ തുണി വെച്ചില്ലായിരുന്നു ലൈനിങ്. നല്ല മെയിൻ ക്ലോത്തിൻ്റെ നല്ല ഭാഗമാണ് കേട്ടോ മുകളിൽ ഇരിക്കുന്നത്. അതിൻ്റെ മുകളിലാണ് ലൈനിങ് വെച്ച് കൊടുത്തേക്കുന്നത്. നമ്മൾ കട്ട് ചെയ്യാൻ നേരം അങ്ങനെ തന്നെ വെച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്തത്. എന്നിട്ട് ചെറിയ ചെറിയ വെട്ട് സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിയിൽ വെട്ടിയിട്ടെടുക്കുവാണ്. എന്നിട്ട് ഇതേപോലെ ലൈനിങ്ങിനെ ഒന്ന് നീക്കി ലൈനിങ്ങിൻ്റെയും ആ മെയിൻ ക്ലോത്തിൻ്റെയും സെൻറ്ററിലൂടെ ആണ് കേട്ടോ പതിച്ച് സ്റ്റിച്ച് പോകുന്നത്. എന്നിട്ട് ലൈനിങ്ങിനെ ഇതേപോലെ അകത്തേക്ക് വെച്ചിട്ട് നെക്കിൻ്റെ എഡ്ജിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ലൈനിങ് ഒരിക്കലും കാണാൻ പാടില്ല. മെയിൻ ക്ലോത്ത് മാത്രമാണ് കേട്ടോ എഡ്ജിൽ കാണാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ ബോറായി പോവേ. എന്നിട്ട് ഇതിൻ്റെ 3 സൈഡിലൂടെ ഒന്ന് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഈ ബാലൻസ് നിൽക്കുന്ന എല്ലാ പാർട്ടും നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവേ. എന്നിട്ട് ആ സൈഡ്, ആ പ്രിൻസസ് കട്ടിൻ്റെ സൈഡ് ഉണ്ടല്ലോ, അതിൻ്റെ 3 സൈഡൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കണേ. ഒന്ന് റൈറ്റിലും ആയിരിക്കണം, ഒന്ന് ലെഫ്റ്റിലും ആയിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളിത് കട്ട് ചെയ്ത് വെക്കുമ്പോഴത്തേക്കും ഇല്ലെങ്കിൽ മൊത്തത്തിൽ അഴിച്ചു പണിയേണ്ടതായിട്ട് വരും. ആ ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത് മുകളിൽ തന്നെ വരണം കേട്ടോ. അതിപ്പോൾ ലെഫ്റ്റ് സൈഡിലെയാണ്, ഇപ്പോൾ റൈറ്റ് സൈഡിലെയാണ് കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇത് റൈറ്റ് സൈഡിൽ തന്നെ വരണം കേട്ടോ. അതെപ്പോഴും ശ്രദ്ധിക്കണം ഇത് കട്ട് ചെയ്യുമ്പോൾ. മുകൾ ഭാഗം, ഈ മുകൾ ഭാഗം നമ്മൾ മാർക്ക് ചെയ്ത ഭാഗം മുകൾ ഭാഗത്ത് തന്നെ വരണം. എന്നിട്ട് ഒരു 1/2 ഇഞ്ച് വിട്ട് എല്ലാം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇടണം കേട്ടോ. തുമ്പത്ത് കൊണ്ട് സ്റ്റിച്ച് ചെയ്താൽ ഇരിഞ്ഞ് അതിൻ്റെ പാട്ടിന് പോകും. അപ്പോൾ മാക്സിമം നമ്മൾ എന്താ പറയുക 1/2 ഇഞ്ച് ഗ്യാപ്പിൽ തന്നെ കൊടുക്കുക. ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ നമുക്ക് ലോക്ക് ചെയ്തെടുക്കാം. ലോക്ക് ചെയ്യുമ്പോൾ സിംഗിൾ സ്റ്റിച്ച്, എന്നാലും ഡബിൾ സ്റ്റിച്ച് കൊടുക്കുന്നത് ബെറ്റർ ആണ് കേട്ടോ. പിന്നെ നമ്മളെ പണി ഈസിയാക്കാൻ ഒരു സിംഗിൾ സ്റ്റിച്ച് നമ്മൾ കൊടുക്കും. അപ്പോൾ നമ്മൾ ലോക്ക് ചെയ്യാത്തത് കൊണ്ട് ഡബിൾ സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. പ്രിൻസസ് കട്ട് വേണമെങ്കിൽ പതിച്ച് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. പക്ഷേ എനിക്കതെന്തോ അത് പതിച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് പേഴ്സണലി ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഡബിൾ സ്റ്റിച്ച് തന്നെ കൊടുക്കും. കറക്റ്റായിട്ട് നമുക്ക് പ്രിൻസസ് കട്ട് കിട്ടും. ബാക്ക് നെക്കും ഇതേ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശം മുകളിൽ, അതിൻ്റെ മുകളിലാണ് ലൈനിങ് വെച്ച് കൊടുത്തേക്കുന്നത്. കറക്റ്റായിട്ട് കട്ട് ചെയ്യുക. ഈ ക്ലോത്ത് നമ്മൾ പിടിച്ചെടുത്ത് നിൽക്കില്ല കേട്ടോ. ഒന്ന് പറഞ്ഞ് അനുസരിക്കാത്തൊരു ക്ലോത്താണ്. ജോർജറ്റിനേക്കാളും കട്ടി കുറവാണ് കേട്ടോ ഈ ക്ലോത്തിന്. അപ്പോൾ അത്രയ്ക്ക് നമ്മൾ ഭയങ്കര പാടാണ്. ഇപ്പോൾ പെട്ടെന്ന് 1/2 മണിക്കൂർ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഈ ക്ലോത്ത് ആണെങ്കിൽ ഒരു 3/4 മണിക്കൂർ 2 മണിക്കൂർ എടുക്കുന്ന ഒരു പന്ന ക്ലോത്താണിത്. ഭയങ്കര പാടാണ് സ്റ്റിച്ച് ചെയ്യുക, ഹാൻഡിൽ ചെയ്യാൻ പാടാണ്. അതേസമയം നമ്മൾ ഈ ജോർജറ്റ് ഇതുപോലുള്ള മെറ്റീരിയൽ കൊണ്ടുവരുമ്പോൾ എക്സ്ട്രാ പേയ്മെൻ്റ് ആകും കേട്ടോ. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഭയങ്കര പാടാണ് ഇത് ഹാൻഡിൽ ചെയ്തെടുക്കാൻ. അതുകൊണ്ടാണ്. എന്നിട്ട് നല്ല ഭാഗം ഫേസ് ചെയ്ത് വെച്ചിട്ട് ഷോൾഡർ ഇതേപോലെ ഒരു ചെറിയ സ്ലോപ്പ് കൊടുത്തിട്ട് ജോയിൻ ചെയ്തെടുത്ത് ബാലൻസ് നിൽക്കുന്ന പാർട്ടെല്ലാം കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ആ തയ്യൽ തുമ്പ് ഷോൾഡറിൻ്റെ ബാക്ക് സൈഡിലേക്ക് ഫേസ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ഷോൾഡറൂടെ പതിച്ചടിച്ചു കേട്ടോ. എന്നിട്ട് ഈ തുണിയെ 4ആയിട്ട് മടക്കിയിട്ട് കൊടുത്തേ. എന്നിട്ട് മുകളിൽ നിന്ന് നമ്മൾ 17 ലെങ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പം കറക്റ്റ് 16 നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ അടിഭാഗം ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുവാണ്. എക്സ്ട്രാ പീസ് വെച്ചിട്ട് മറിച്ചടിക്കാം. പക്ഷേ ഇത് എന്താ പറയുക, കുറച്ചുകൂടി എളുപ്പത്തിന് ഇതാണ് കേട്ടോ ബെറ്റർ. ഇനി ബാക്ക് സൈഡിലെ കറക്റ്റ് ഇതേപോലെ 2ആയിട്ട് മടക്കിയിട്ടിട്ട് സെൻറ്ററിലൂടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടോ. അവിടെ ഹുക്കും നമുക്ക് ഹോളിലൂടെ പിടിപ്പിക്കാനുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഒരു 8 ഇഞ്ച് നീളമാണ് കേട്ടോ. അപ്പോൾ അതിന് 8ഉം ഒരു 9 ഇഞ്ച് നീളത്തിലുള്ള തുണിയും 3.5 വീതിയാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. എന്നിട്ട് ഇതേപോലെ അടിഭാഗത്ത് വെച്ചിട്ട് കറക്റ്റ് 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഇതേപോലെ ആദ്യം തുടങ്ങുമ്പോഴും മടക്കണം, അതേപോലെ തീരുമ്പോഴും മടക്കി കൊടുത്തു. എന്നിട്ട് അടിഭാഗം ഒന്ന് പതിച്ചടിച്ചു. എന്നിട്ട് ഇതിനെ മുകളിലേക്ക് വെച്ചിട്ട് ഇതേപോലെ സ്റ്റിച്ച് കൊടുത്തു കേട്ടോ. സെറ്റായിട്ട് അവിടെ ഇരുന്നോളും. ചെയ്യാനായിട്ട് ഒരു പാടുമില്ല കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാകും. ഓപ്പോസിറ്റ് സൈഡും താഴ്ഭാഗത്ത് മടക്കി ഇതേപോലെ വെച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുത്തു. എന്നിട്ട് ഇതിനെ നൂത്ത് പതിച്ചുകൊണ്ടൊരു സ്റ്റിച്ച് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ
എഡ്ജിലൂടാണ്, അകത്തല്ല എഡ്ജിലാണ് കൊടുക്കുന്നത് സ്റ്റിച്ച്. എന്നിട്ട് നമുക്കത് ഹുക്കിൻ്റെ ഹോൾഡ് പിടിപ്പിക്കാനായിട്ട് കേട്ടോ. ഒരു 2 ഇഞ്ച് വീതിയിലാണ് ഇപ്പോൾ ഹോള് ഞാൻ വലിഞ്ഞു കൊടുക്കുന്നത്. ഒരു വി മോഡൽ ഇതേപോലെ ഹോള് വലിഞ്ഞു കൊടുക്കണം കേട്ടോ. എന്നിട്ട് മുകളിലോട്ട് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുന്നു. ആ മാർക്ക് ചെയ്തെടുത്ത് വി മോഡൽ സ്റ്റിച്ച് ചെയ്യുവാണ് കേട്ടോ. ഇതേ രീതിയിൽ മൊത്തം നമ്മൾ ആ ഹോള് മാർക്ക് ചെയ്തെടുത്തെല്ലാം വരിയണം കേട്ടോ. കൈകൊണ്ട് വരിയുന്നതിനേക്കാളും ബെറ്റർ ഇതാണ്. എന്നിട്ട് ഞാൻ കറക്റ്റ് പ്ലേസ് ചെയ്ത് വെച്ച് പിന്നെ കുത്തി കൊടുക്കുകയാണ് കേട്ടോ. നമുക്ക് ഹുക്ക് ഇപ്പോൾ വരിഞ്ഞു കൊടുക്കണമെങ്കിൽ വരിഞ്ഞു കൊടുക്കാം. ഇപ്പം ഞാനിപ്പോൾ കൊടുക്കുന്നില്ല, അവസാനം കൊടുക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഫ്രണ്ടിലും അതേ രീതിയിൽ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ഇതൊരു ക്രോപ്പ് ടോപ്പ് മോഡൽ ആയതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് വലിയ പണിയാത്തത്. എന്നിട്ട് ഈ തുണിയെ 4ആയിട്ട് മടക്കിയിട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ റീമാർക്ക് ചെയ്തെടുക്കണം. ഇത് നെക്കൊക്കെ കറക്റ്റ് ആയിരിക്കണം കേട്ടോ. ഇതേ രീതിയിൽ ഷോൾഡർ ഒന്ന് അകത്തേക്ക് വരച്ച് 5.5 L ഷേപ്പ് വരച്ചു കൊടുത്തു. എന്നിട്ട് ചെസ്റ്റിൻ്റെ വണ്ണം 9, അതേപോലെ വേസ്റ്റ് 7.25 കേട്ടോ എൻ്റേത്. എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡും അതേ രീതിയിൽ തന്നെ മാർക്ക് ചെയ്തെടുക്കണം. 1.5 ഇഞ്ച് ആം ഹോൾ ഇതേപോലെ ചരിച്ചുകൂടെ വരച്ചു കൊടുത്തേ. എന്നിട്ട് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഓപ്പോസിറ്റ് സൈഡും അതേ രീതിയിൽ മാർക്ക് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുകയാണ് ഞാൻ. കറക്റ്റാണ് കേട്ടോ, ഈ മെഷർമെൻറ്റ് കറക്റ്റ് ആയിരിക്കണം. തുണി മടക്കി ഇടുമ്പോൾ അകത്ത് ചുളിഞ്ഞൊന്നും പോകാൻ പാടില്ല, മെഷർമെൻറ്റ് തെറ്റിപ്പോകും കേട്ടോ. എന്നിട്ട് ഫ്രണ്ട് ആം ഹോൾ ഒരു 1/2 ഇഞ്ച് എടുത്ത് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ടേ. 2 സൈഡിലും ഫ്രണ്ട് ആം ഹോളെ ഓക്കെ. ഇനി സ്ലീവിൻ്റെ അടിഭാഗം ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. എന്നിട്ട് കറക്റ്റ് ഷോൾഡറിൽ വെച്ചിട്ട് കറക്റ്റ് സ്ലീവ് ഇതേപോലെ വെച്ച് കറക്റ്റ് സ്ലീവ് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിന് ലൈനിങ് ഇല്ലാത്തത് കൊണ്ട് ലൈനിങ് ഇടുന്നത് ബെറ്റർ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു നിഗമനം. കാരണം ഇത് തീരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് തുണി ആയതുകൊണ്ട് ഇടിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ അതിനകത്തിൽ മൂൺകോഡസിലെ ചേച്ചി ലൈനിങ് ഒന്നും ഇട്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്തിലും ഇടുന്നില്ല കേട്ടോ. പിന്നെ ഈ തയ്യൽ തുമ്പ് അകത്തേക്ക് ഫേസ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് പതിച്ചൂടെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ബെറ്റർ ആയിരിക്കും, തയ്യൽ തുമ്പ് പുറത്തേക്ക് കാണില്ല. ഇതേ രീതിയിൽ 2 സ്ലീവും ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ തിരിച്ചിടുക ചീത്ത ഭാഗത്തെ. എന്നിട്ട് സ്ലീവിൻ്റെ അടിഭാഗത്തെ വണ്ണം മാർക്ക് ചെയ്യുക 4.25 കേട്ടോ. അവിടെ നിന്ന് ചെസ്റ്റിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇതേ രീതിയിൽ ചെസ്റ്റിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുക. എക്സ്ട്രാ സ്റ്റിച്ച് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ബാലൻസ് നിൽക്കുന്ന ആ ക്ലോത്ത് എല്ലാം കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. അധികം ക്ലോത്ത് നിൽക്കുന്നത് അത്ര നല്ലതായിരിക്കില്ല. അപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റുക. 2 സൈഡിലും ഇതേ രീതിയിൽ ചെയ്തെടുക്കുക കേട്ടോ. എഡ്ജിൽ ഞാൻ നോക്കില്ലാത്തതുകൊണ്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുന്നുണ്ടേ. എന്നിട്ട് ഹുക്കൊക്കെ വരിഞ്ഞു കൊടുക്കുക. നമ്മുടെ ടോപ്പിൻ്റെ പണിയെല്ലാം കഴിഞ്ഞു കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റുമോ. അതിന് പുറത്തുനിന്ന് ഒരു സ്റ്റിച്ച് ചെയ്യുന്ന ഒരാളുടെ ആവശ്യം ഇല്ല. നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഔട്ട്ലുക്ക് കണ്ടാലോ, വായോ. അപ്പോൾ 350 രൂപയ്ക്ക് മസ്റ്റ് ബൈ ആയിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ്. അപ്പോൾ ഡുവൽ ഷെയ്ഡ് ഒന്നും ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഇത് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. പിന്നെ മെറ്റീരിയലിനെ പറ്റി അറിയാത്തവരുടെ കയ്യിൽ ഈ ഒരു മെറ്റീരിയൽ കിട്ടിക്കഴിഞ്ഞാൽ അവർ പറയും ലോക്കലാണ്. പക്ഷേ ഈ ഒരു മെറ്റീരിയലിൻ്റെ സ്ട്രക്ചറേ ഇതാണ് കേട്ടോ. അത് ലോക്കലും ഒന്നുമല്ല, ഈ മെറ്റീരിയൽ ഇങ്ങനെയാണ്, മനസ്സിലാക്കുക അത്. പിന്നെ നമ്മൾ ക്രേപ്പിൻ്റെ ലൈനിങ് കൂടെ ഇടുമ്പോൾ പക്കായാണ്. അപ്പോൾ നിങ്ങളിത് മേടിച്ചാൽ നിങ്ങൾക്ക് തന്നെ സ്റ്റിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇപ്പം ഞാനിത് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് 34 ചെസ്റ്റ് അളവിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ കൂടുതൽ ചെസ്റ്റ് അളവ് ആർക്കെങ്കിലും സ്റ്റിച്ച് ചെയ്ത് കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടാൽ മാത്രം മതി കേട്ടോ. നമുക്കതും എങ്ങനെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. എൻ്റെ വക എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ.